ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവര് കടുവയാ കടുവ. ഞാൻ പേടിച്ച് വിറച്ചു പോയി. എടാ ഞാനും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാത്തിനും എടുത്തിട്ട് പെരുമാറിയേന്. എല്ലാരെയൊന്നുമില്ല. നിന്റെ അമ്മായി അമ്മയുടെ കരണക്കുറ്റിന്ന് വീപ്പക്കുറ്റിയായിട്ട് മാറിയേന്. സോറി കേട്ടോ. മോളുടെ സന്തോഷം കാണാനല്ലേ അമ്മമ്മ വന്നത്? എനിക്കിവിടെ വലിയ സന്തോഷം അമ്മമ്മ. എനിക്ക് എല്ലാരും ഇല്ലേ ഇവിടെ? രാജുനെ കൂടാതെ അമ്മയുടെ സ്ഥാനത്ത് എന്റെ രാധമ്മയുണ്ട്. അച്ഛന്റെ സ്ഥാനത്ത് വേണമെങ്കിലും ഉണ്ട്. പിന്നെ ഒരു അമ്മുമ്മയുടെ കുറവ് പരിഹരിക്കാൻ ഇവിടെ ഞാനെന്ന് പറയുന്ന ആര്യാദേവിയും ഉണ്ട്. ആര്യാദേവി ആര്? അച്ഛനിട്ട പേര് അതല്ലിയടാ. സരസ്വതി തമ്പുരാട്ടി. എന്നെ തമ്പുരാട്ടിനൊന്നും വിളിക്കരുത്. ഞാൻ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന സ്ത്രീയല്ല. എന്നെ അമ്മണിയമ്മ സരസ്വതി എന്ന് വിളിച്ചാ മതി. അതൊക്കെ ബുദ്ധിമുട്ടാ. ഈ കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞ് എന്റെ വാത്സല്യ തങ്കക്കുടവാ. അമ്മമ്മയുടെ തക്കട് കൊണ്ടും. ഞങ്ങളിവിടെ എല്ലാരും ഒരുതരം ആഘോഷമായി. എപ്പോഴും ചിരിയും കലാപരിപാടികളും. സത്യം പറഞ്ഞ ഈ വീടൊരു ഉത്സവ പറമ്പ് അല്ലേടാ ജയ? അതെ അതെ അതെ. ഉത്സവ പറമ്പിലെ അടിയും പിടിയും കുത്തു നിലവിളിയൊക്കെ ഉണ്ടല്ലോ. രാധമ്മ എന്താന്നും മിണ്ടാ നിക്കുന്നേ? എന്താ രാധമ്മേ? അത് ഞാൻ പറഞ്ഞില്ലേ, ആ കുഞ്ഞമ്മ മരിച്ച സങ്കടത്തില്. ഏത് കുഞ്ഞമ്മ? കാര്യം അമ്മയോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ മാവേലിക്കരയിലെ കുഞ്ഞമ്മ. മാവേലിക്കരയിലെ കുഞ്ഞമ്മയോ? അവര് ചത്തിട്ട് 10-20 കൊല്ലായില്ലോ. എന്നെ ഇവിടെ നമ്മൾ തരികളെല്ലാം പഠിച്ചല്ലോ. ഓ, ആ കുഞ്ഞമ്മ മരിച്ച കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അമ്മ ചായ എടുക്കാമേ? അടുക്കളയിലേക്ക് ഞാനും വരാം. ഈ അടുക്കള കാണൽ എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ. ആ ചടങ്ങ് നടത്തുമ്പോ ഇവിടെ ഉള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. അതിനാ ഞാനും അടുക്കളയിലേക്ക് വരാന്ന് പറഞ്ഞേ. പിന്നെ പ്രിയയുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം താഴെ വീണു. അതൊന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് മാഡം വന്നാ മതി. അനിവാ നിക്ക് നിക്ക്. ഞാനിന്ന് രാവിലെ മോൾക്ക് വേണ്ടി അമ്പലത്തിൽ പോയിരുന്നു. വഴിപാടും കഴിപ്പിച്ചു. ചേച്ചി കരയുന്നതായിട്ട് മുത്തശ്ശി സ്വപ്നം കണ്ടു. അതാ മുത്തശ്ശി രാവിലെ അമ്പലത്തിൽ പോയേ. സ്വപ്നമല്ലേ? അത് സത്യമല്ലല്ലോ. ഞാനേ എന്റെ കുഞ്ഞുമോളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടന്നേ. അതായിരിക്കും സ്വപ്നം കണ്ടത്. രാജു,
വാ. എടീ, നീ അവിടെ അടിക്കടി. നാടിപ്പൊ കേറി വരും. അവിടെ പെട്ടെന്ന് അവിടെ വേഗം ഒതുക്കത്. മാഡം വരൂ. ആയിരിക്കേ. എടാ അവരൊരു പുലിയാ. അയ്യേ, പുലിയൊക്കെ എന്തോന്നു? പുലി ഒരു അലവലാതി. ഇവര് കടുവയാ, കടുവ. ഉഫ്, ഞാൻ പേടിച്ച് വിറച്ചു പോയി. എടാ ഞാനും. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാത്തിനും എടുത്തിട്ട് പെരുമാറിയേന്. എല്ലാരെയൊന്നുമില്ല. നിന്റെ അമ്മായിയമ്മയുടെ കരണക്കുറ്റിന്ന് വീപ്പക്കുറ്റിയായിട്ട് മാറിയേന്. അല്ല ഇത് എവിടെ നിന്ന് വന്നടാ ഈ മാവേലിക്കരയിലെ കുഞ്ഞമ്മ? അതെന്റെ ഭാര്യയുടെ വക ഒരു തരികടയാ. കായംകുളം കൊച്ചുണ്ണിയായ നിന്റെ കൂടെ കൂടി കള്ളന് കഞ്ഞി വെച്ച് അവൾ ഇത്തിക്കര പക്കിയായി. അപ്പൊ എല്ലാരോടായി. ഞങ്ങൾ ഉടനെ തന്നെ അങ്ങ് ഇറങ്ങും. പ്രതാപന്റെ ഒഴിവനുസരിച്ച് ഞങ്ങൾ എല്ലാരും കൂടി ഒരു ദിവസം വരാം. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് എല്ലാരോടും പറയാനുള്ളൂ. ഋതുമോള് ഞങ്ങളുടെ നിധിയാണ്, എല്ലാമാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം മോൾക്കുള്ളതാ. അമ്മയുടെ സ്നേഹവും കരുതലോ ഒന്നുമില്ലാതെ വളർന്ന കുട്ടിയാ. ഒരു കാരണവശാലും ഇവള് കരയാൻ ഇടവരരുത്. രാജുവിന് എനിക്ക് വിശ്വാസാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും എനിക്കറിയാം. പക്ഷേ ഇവൾ എന്തെങ്കിലും കാരണവശാൽ കരഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല.